ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നത്തിങ് ഫോൺ 1 കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ സാധനം ചത്തുപോയി ഡെഡായിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു നത്തിങ് ഇറങ്ങിയിട്ട് വലിയ ബോർഡ് കംപ്ലയിൻസ് ഒന്നും വരാത്തൊരു സാധനമാണെന്ന് തോന്നുന്നു. കാരണം അധികം അങ്ങനെ കംപ്ലയിൻസ് ഒന്നും വന്നില്ല. നമുക്ക് എന്തായാലും സാധനം അയച്ചു നോക്കാം. ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മളെന്തെങ്കിലും ടിന്നറോ അങ്ങനെ എന്തെങ്കിലും അതായത് ഗം റിമൂവ് ചെയ്യുന്ന എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂളായിട്ട് നമ്മളെ ഗ്ലാസ് അങ്ങനെയെങ്കിൽ പൊങ്ങി വരും. അത് പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം സ്ക്രൂസ് ഉണ്ട്. കാരണം ഒരുപാട് സ്ക്രൂ ഉണ്ട്. കാരണം വെച്ചാൽ ബാക്കിൽ ലൈറ്റിൻ്റെ സാധനമൊക്കെ വരുന്നത് കൊണ്ട് അത്യാവശ്യം സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോർമൽ സ്ക്രൂ അല്ല, ഒരു ഫ്ലവർ ടൈപ്പ് സാധനമാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അയക്കുന്ന സമയത്ത് ഏതോ 1-2 സ്ക്രൂ മാത്രമേ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചപ്പോൾ വ്യത്യാസം തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം സെയിം സ്ക്രൂ ആണ്. അയക്കുന്ന സാധനം മാറിപ്പോവാണ്ട് എടുത്തു വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇത് ട്രാൻസ്ഫറിൻ്റെ ബാക്കിൽ വരുന്നതുകൊണ്ട് നമ്മൾ സ്ക്രൂ ഇട്ടിക്കില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് പിടിക്കും. ആ ഒരു സാധനം ശ്രദ്ധിക്കുക. അപ്പോൾ ഫുൾ അയച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോന്ന് നോക്കി അയച്ചെടുക്കുക. അതേപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും അതിൻ്റെ മറ്റേ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് നോക്കി കഴിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം സ്ട്രിപ്പായിരിക്കും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയാണ്. കാരണം വെച്ചാൽ വാങ്ങിക്കാൻ പോലും കിട്ടാത്തൊരു സാധനമാണ്. വയർലെസ് ചാർജിങ്ങിൻ്റെ കണ്ടറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ സ്ക്രൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഒരു ചെറിയൊരു ക്ലിപ്പിൻ്റെ മോളാണ് ഈ സാധനം മൊത്തം നിൽക്കുന്നത്. അത് മൊത്തം ഇങ്ങനെ ഇളക്കി എടുക്കുക. ഉള്ളിലൊക്കെ ക്ലിപ്പാണ്. അപ്പോൾ അത് നോക്കി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ സാധനം പക്കയിൽ കിട്ടും. നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലത്തൊക്കെ സ്ക്രൂ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് വയർലെസ് ചാർജിങ്ങിൻ്റെ സെറ്റ് ഒന്നായിട്ട് കഴിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബാറ്ററിൻ്റെ കണ്ടർ, മറ്റേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ കണ്ടർ, ചാർജിൻ്റെ കണ്ടർ, ആൻറ്റിന എല്ലാം കഴിച്ചെടുക്കുക. എന്നതിന് ശേഷം ബോർഡും കഴിച്ചെടുക്കുക. ഇതിപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ്, അതായത് ഇപ്പോൾ എനിക്ക് കിട്ടിയ സെയിം കംപ്ലയിൻറ്റ് എല്ലാത്തിനും വരണമെന്നില്ല. ഞാനൊരു കോമൺ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. ഇതിൻ്റെ ക്യാമറ ഉണ്ടോ ഫുള്ള് ആക്ഷൻ ടൈപ്പാണ്. ആക്ഷൻ ടൈപ്പ് മീൻസ് എല്ലാത്തിനും ഇങ്ങനെ തന്നെ ആണല്ലോ, ഇങ്ങനെ ഇളകി കളിക്കുമല്ലോ. സ്റ്റെബിലൈസേഷൻ്റെ അതാണ് സംഭവം. അപ്പോൾ ബോർഡ് ഞാൻ മൊത്തം കഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡ് ഞാൻ ആദ്യം നമ്മൾ ഷോർട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാറ്ററി കണ്ടറിൽ ഷോർട്ടില്ല. സാധനം നോർമലാണ്. യാതൊരുവിധ ഷോർട്ടോ കാര്യങ്ങളോ ഇല്ല, ഷോർട്ടും ഇല്ല, ലീക്കേജും ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇനി ബാറ്ററി ഡ്രെയിൻ ആയതായിരിക്കും. അങ്ങനെ ബാറ്ററി ഡ്രെയിൻ ആയതായിരിക്കും എന്ന് വെച്ചിട്ട് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കി. ബാറ്ററിക്ക് യാതൊരുവിധ പ്രശ്നമില്ല, അത്യാവശ്യം ചാർജും ഉണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് നേരെ ബാറ്ററി ഊരിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലത് റെഡി ആവാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഊരി ചാർജ് കുത്തി നോക്കി, നോ റെസ്പോണ്ട്, ഒരു റെസ്പോണ്ടില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു സംശയം വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺലി ചിലത് നമ്മൾ ഈ ബോർഡിൽ നമുക്ക് ബാറ്ററി കണ്ടറിൽ ഷോർട്ട് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇതൊക്കെ ഒന്നെങ്കിൽ CPU ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പവർ IC സെക്ഷനിൽ ചിലപ്പോൾ ഷോർട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഷോർട്ട് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ഏടെ ഷോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറമേ ഏടെ ഷോർട്ട് കാണിക്കില്ല, പവർ IC സെക്ഷനിൽ എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് കാണിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒന്നെങ്കിൽ പവർ IC സെക്ഷൻ നോക്കുക, അല്ലെങ്കിൽ CPU നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ CPU ജസ്റ്റ് നമ്മൾ CPU ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ബോർഡ് ഷോർട്ടല്ല, CPU ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ചിലത് സെറ്റ് സിസ്റ്റത്തിലെങ്കിലും എടുക്കും. അതിന് അതുമല്ല എന്നുണ്ടെങ്കിൽ DC-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ CPU ആണെന്നുണ്ടെങ്കിൽ 100 സംതിങ്ങിൽ സ്റ്റക്ക് ആവും. അപ്പോൾ ഇതിൽ DC-യിലാണെന്നുണ്ടെങ്കിൽ ആംബിയർ കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ബോർഡ് ഉള്ളിൽ എവിടെ ഷോർട്ടാണെന്നുള്ളത് ഏറെക്കുറെ കൺഫേം ആയി. അപ്പോൾ ഇനി എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പവർ IC-ൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ ഷീൽഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പവർ IC-ൻ്റെ സെക്ഷൻ്റെ ഷീൽഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ആ ഷീൽഡ് നമ്മളടുത്ത് കട്ടർ ഇനി ബ്ലേഡാണ് ബ്ലേഡ്, ഇനി ഡ്രില്ലിങ്ങിൻ്റെ ആണ് ഡ്രില്ലിങ്. എടുക്കുന്ന സമയത്തും കട്ട് ചെയ്യുന്ന സമയത്തും നോക്കി കട്ട് ചെയ്യുക. കാരണം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പറ്റി ചിലപ്പോൾ അടിയത്തെ പ്രിൻറ്റ് കട്ടായി കഴിഞ്ഞാൽ അത് സീനാണ്. അപ്പോൾ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പവർ IC-ൻ്റെ സെക്ഷനിൽ ഞാൻ മറ്റേ വോൾട്ടേജ്, അതായത് മറ്റേ കപ്പാസിറ്ററിൻ്റെ മുകളിൽ ഷോർട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു 4 കപ്പാസിറ്റർ ഫുൾ ഷോർട്ടാണ് കാണിക്കുന്നത്. പവർ IC സെക്ഷൻ്റെ അടുത്തുള്ള ഒരു 4 കപ്പാസിറ്റർ ഫുൾ ഷോർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് നേരെ ഡയോഡ് വാല്യൂയിലിട്ട്, നമ്മളെ ബസർ മോഡലിട്ട് അതിന് ശേഷം ഡയോഡ് വാല്യൂയിലിട്ട് അപ്പോൾ നോക്കുമ്പോഴും ഫുൾ ഷോർട്ടാണ് കാണിക്കുന്നത്. ഒരു 4 കപ്പാസിറ്റർ ഫുൾ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി പവർ IC സെക്ഷൻ്റെ അടുത്ത് ഷോർട്ടുണ്ട്. അപ്പോൾ ബോർഡിൽ എവിടെ ഷോർട്ടാണ്, അതുകൊണ്ടാണ് ഓൺ ആവാത്തെന്നുള്ള കൺഫേം ആയി. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സ്മോക്ക്, നമ്മളെ ഈ റോസിൻ ഫ്ലക്സ് എടുത്തിട്ട് നമ്മളെല്ലാ ഭാഗത്തുമൊക്കെ സ്മോക്ക് ചെയ്യുന്ന നിങ്ങളടുത്ത് ഏതാണ് റോസിൻ ഫ്ലക്സോ അല്ലെങ്കിൽ പിന്നെ എന്തൊരു സ്പ്രേ പോലത്തെ സാധനം ഉണ്ട്, അതെന്തെങ്കിലും ഉണ്ടായിട്ട് അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ DC ആണ്, DC കില്ലറാണ് കില്ലർ. ഞാൻ DC യൂസ് ചെയ്യില്ല. ഒരു 4 വോൾട്ട് അങ്ങനെ ഇട്ടിട്ട് DC-യിൽ ഇതേപോലെ ഒന്ന് ഗ്രൗണ്ടിലും കൊടുക്കുക, ഒന്ന് നമ്മൾ ഷോർട്ടുള്ള കപ്പാസിറ്ററിലും കൊണ്ടിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് ഷോർട്ട് അവിടെ നമുക്ക് ഈ സ്മോക്ക് ഒന്ന് പോവും. എനിക്ക് അവിടെയാണ് ഷോർട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ അവിടെ എന്ത് ചെയ്തെടുത്ത് സ്മോക്ക് ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു കപ്പാസിറ്റർ ഷോർട്ടാണ്. അത് അപ്പം തന്നെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒന്ന് ഉരുകും, നമ്മൾ ഈ സ്മോക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ കൺഫേം ആയി അതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം ആ കപ്പാസിറ്റർ ആയി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കപ്പാസിറ്ററും എല്ലാം നമ്മൾ ബ്ലേഡ് കൊണ്ട്
ഒഴിവാക്കി തട്ടി. പിന്നെ കപ്പാസിറ്ററൊക്കെ ചെക്ക് ചെയ്താൽ ബാക്കിയുള്ള നമ്മൾ ഷോട്ട് കാണിച്ച കപ്പാസിറ്റർ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ല. ഐ മീൻ ഷോട്ട് പോയി. ഈ ഒരു ചെറിയൊരു കപ്പാസിറ്ററിൻ്റെ മുകളിലാണ് ഈ സെറ്റ് മൊത്തത്തിൽ പവർ ഐ സി സെക്ഷനിൽ ഷോട്ട് കാണിച്ചത്. ആ ഒരു കപ്പാസിറ്റർ ഞാനെടുത്ത് ഒരൊറ്റ തട്ടുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കാൻ ഈ കപ്പാസിറ്റർ ഷോർട്ടാണോ അല്ലേ എന്നുള്ളത്. ഐ മീൻ ഈ ഉരുക്കി കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ഷോർട്ടാണോ അല്ലേ എന്ന് ആദ്യം നോക്കുക. എന്നതിന് ശേഷം മാത്രം കപ്പാസിറ്റർ തട്ടുക. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആ കപ്പാസിറ്റർ ഷോർട്ട് കാണിച്ചുകൊണ്ട് അത് തട്ടി. എന്നതിന് ശേഷം ഞാൻ ഫുള്ള് ബോർഡ് പാക്ക് ചെയ്ത് എന്നതിന് ശേഷം ചാർജ് കുത്തിയപ്പോൾ സാധനം ഓണായി. അൽഹംദുലില്ലാ സാധനം ഓണായി. നമ്മൾ ഏതൊരു സെറ്റും ഒരു ചാടി കയറി ഒരു സ്ഥലത്ത് ഷോർട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മളത് തട്ടരുത്. ഒരു 2-3 കപ്പാസിറ്ററൊക്കെ ഷോർട്ട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മറ്റേ റോസി പ്ലസ് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തിട്ട് നമ്മൾ വോൾട്ടേജ് അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഏത് ഭാഗത്താണോ ഷോർട്ടുള്ള ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഉരുകിയിട്ട് കാണിച്ചു തരും. ആ സാധനം തട്ടി കൊടുക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓരോന്ന് ഊരി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എന്തായാലും സാധനം ആ ഒരു കപ്പാസിറ്റർ തട്ടിയപ്പോൾ തന്നെ സാധനം ചാർജ് കയറേണ്ട ലോഗൊക്കെ വന്നു. ഇനിയിപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനം ഫുള്ള് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ സാധനം ഫുള്ള് പേക്ക് ചെയ്യണം. ക്യാമറ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മൾ അയച്ചെടുത്തത് ആ രീതിയിൽ ബാറ്ററി കൺട്രോളും ക്യാമറയും ഇയർ സ്പീക്കറും ഒക്കെ മൊത്തത്തിൽ പാക്ക് ചെയ്തെടുക്കുക. ഫുള്ള് സെറ്റാക്കി പാക്ക് ചെയ്തെടുക്കുക. പാക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും പറയാൻ ശ്രദ്ധിക്കുക. നമ്മൾ അയച്ചത് എന്ന് പറയുമ്പോൾ ഓരോ സാധനവും ഓരോ സ്ഥലത്തു നിന്നാണ് ഓരോ പൊസിഷനാണ്. അതിൻ്റെ ഇതിൻ്റെ സ്ട്രിപ്പാണ് മൊത്തം ബാക്ക് സൈഡിൽ. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റുമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം മുറിഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മര്യാദയ്ക്ക് ഒരു രസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഫുള്ള് ബാക്കിലൊക്കെ കുറച്ച് ലൈറ്റൊക്കെ വരുന്നത്. ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് കട്ടായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റും കത്തൂല. സ്ക്രൂ ഇടാൻ മറന്നു വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഗ്ലാസ് ആകുമ്പോൾ ആ സ്ക്രൂ ഇല്ലാണ്ട് കാണുമ്പോൾ ഒരു വൃത്തിയെടുക്കും ആയിരിക്കും. അപ്പോൾ അയക്കുന്ന സാധനം എടുത്തു വെക്കുക. മാക്സിമം മിസ്സാവാത്ത രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാധനം കിട്ടും. അപ്പം ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പാക്ക് ചെയ്ത് ഫുള്ള് സ്ക്രൂവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി താഴത്തെ, അതായത് താഴെയും ലൈറ്റുണ്ട്. താഴത്തെ ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ ചാർജ് കുത്തുന്ന സമയത്ത് ചാർജ് കയറുന്ന ബാക്കിൽ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ നിറഞ്ഞ് വരുന്ന കാണിക്കും. അതാണ് ബാക്കത്തെ സാധനം, ആ അടിയത്തെ സാധനം. അപ്പോൾ അതും കൂടി സെറ്റാക്കി എന്നതിന് ശേഷം അതും കൂടി ഫുള്ള് സ്ട്രിപ്പൊക്കെ കണക്ട് ചെയ്ത് പാക്ക് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗ്ലാസ്സിന് വരുന്ന ഗമ്മ്, അത് നമ്മൾ സാധാരണ കറുത്ത ഗമ്മ് ഒരിത്തിരി ആക്കി കൊടുത്താൽ മതി. കാരണം കറുത്ത ഗമ്മാണെന്നെങ്കിലും വൈറ്റ് ഗമ്മാണെന്നുണ്ടെങ്കിൽ പുറത്ത് കാണൂല. കാരണം ഗ്ലാസിൻ്റെ ആ ഒരു സൈഡ് കോർണറിൽ എഡ്ജിൽ മൊത്തം ഒരു എന്താ പറയുക ഒരു കോട്ടിങ് വരുന്നുണ്ട്, വൈറ്റ് കോട്ടിങ്. അതുകൊണ്ട് പുറത്തേക്ക് കാണൂല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വൈറ്റ് ഗമ്മാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല. കാരണം ബ്ലാക്ക് ആകുമ്പോൾ ചിലത് പുറത്തേക്ക് എടുത്ത് തുർത്തി വരുന്ന സമയത്ത് പുറത്തേക്ക് എടുത്ത് കാണിക്കും. അപ്പോൾ ഞാൻ മൊത്തം പാക്ക് ചെയ്ത് എന്ന് വെച്ചാൽ സാധനം ഓണാക്കി. സാധനം ഫുൾ ഓണായിട്ടുണ്ട്. നത്തിങ് ഒക്കെ കാണിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ 4 ദിവസമുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാസ്വേഡ് ഫസ്റ്റ് ടൈം എനിക്ക് പാസ്വേഡൊന്നും കിട്ടിയില്ല. അപ്പോൾ ചാർജ് കുത്തി നോക്കി. ചാർജിൻ്റെ കണ്ട ലൈറ്റ്, അതായത് ബാക്കിൽ ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കണമല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൊത്തം കഴിച്ചതല്ലേ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ എത്തി. പാസ്വേഡും കിട്ടി. ഫുള്ള് ക്യാമറ ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്ത് ബാക്ക് ക്യാമറ ചെക്ക് ചെയ്ത് എല്ലാം വർക്കായി. സിമ്മൊക്കെ ഇട്ട് എല്ലാം ഓക്കെയാണ്. ഇനി ആ ലൈറ്റും കൂടെ കത്തുന്നുണ്ടോ നോക്കി സാധനം മൊത്തത്തിൽ വർക്ക് ചെയ്യേണ്ട. അപ്പോൾ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.